ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു. ഇന്ന് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടി ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ കടുക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പുട്ട് കൊണ്ടൊരു ഉപ്പുമാവാണ്. നമ്മൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള പുട്ട് കൊണ്ടൊരു ഉപ്പുമാവാണ്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് തല കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഓണായാൽ അപ്പം ആളെത്തും. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ വറ്റൽമുളകും നേരത്തെ പറഞ്ഞതാണല്ലോ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയും ഒരു പച്ചമുളകും. സവാള 2 3 ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരെണ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് കൂടുതൽ വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇല്ല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പ്യൂരി, അതായത് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതിയാകും. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല വൃത്തിയായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഞാൻ അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പുട്ടേ ഇരിപ്പുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പൊടികളൊക്കെ ഇത്ര അളവിന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിൽ എത്രയ്ക്ക് പുട്ടുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് എരിവ് ഞാനൊന്ന് കുറച്ചതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില മസ്റ്റായിട്ടും വേണം, എങ്കിലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പുട്ടിന് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായത് രാവിലത്തെ പുട്ടായിരുന്നു. അപ്പം വൈകുന്നേരം ചായയിലൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ആ പുട്ടിന് അതിലിട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളെ പുട്ട് ഉപ്പുമാവ് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഡയറ്റ് നോക്കുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ വെജിറ്റബിൾ വേറെ ക്യാരറ്റോ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ നല്ല വൃത്തിയായിട്ട് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. മസ്റ്റായിട്ടും ട്രൈ. എന്തായാലും ലെഫ്റ്റ് ഓവർ പുട്ട് നിങ്ങളിൽ കാണും. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.